അകത്ത് വെച്ചേര്. കാശ് കിട്ടിയോ ചാക്കോയെ? ഓ, എവിടെന്ന്? ജോയിച്ചന്റെ നേരിട്ട് ഏൽപ്പിച്ചോളാന്നാ പരമുള്ള പറയുന്നത്. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? ആഹാ, അത് കൊള്ളാലോ. ജോയിച്ചന്റെ ഭാര്യയാ ഞാൻ. കാശ് എന്റെ തന്നാ എന്നതാ ഒരു കുഴപ്പം? ഓരോരോ ഒഴിവ് കഴിവുകള്, അല്ലാതെ എന്നതാ? ജോയിച്ചിന് ഇവിടെ ഇല്ലാത്ത തക്കം മുതലാക്കുക അയാള്. ഇഞ്ചിയും കുരുമുളകും എന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരട്ടെ. ആ പരമുള്ളേ, കാശ് ഇന്ന് തന്നെ എന്റെ വീട്ടിലെത്തിച്ചേക്കണം. ഞാൻ പറഞ്ഞേക്കാം. ജോയിച്ചൻ എപ്പോ വരും ചേച്ചി? മറ്റന്നാള്. 2-3 ദിവസമായിട്ട് ഈ കസേര ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോ ഏതാണ്ടൊരു ഇതുപോലെ. എന്നാ പറഞ്ഞാലും ജോയിച്ചൻ എപ്പോഴും ഇതേലിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു ഐശ്വര്യ. ഇതിപ്പം വീടങ്ങ് ഉറങ്ങിയ പോലെ. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ജോയിച്ചാൻ മറ്റൊരു വീട്ടിൽ പോയി അന്തി ഉറങ്ങിയിട്ടുള്ളതായി എനിക്ക് ഓർമ്മയില്ല. ചില കല്യാണത്തിനോ ചവിടക്കിനോ മറ്റോ കാലോ അരയോ ദിവസം എന്റെ വീട്ടിൽ വന്ന് കിടന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വൈകുമ്പോ ഈ തിണ്ണെ വന്ന് കയറണം, അല്ലെങ്കിൽ ജോയിച്ചിന് അതങ്ങോട്ട് ശരിയാവത്തില്ല. എന്നിട്ടും ദാ ഇപ്പൊ ഒരു തീർത്ഥാടനത്തിന് ചാടി പുറപ്പെട്ടിരിക്കുന്നു. അതും ചേച്ചിയും പിള്ളേരെയും പോലും കൂട്ടാതെ. അതിശയം തന്നെ. അതായിപ്പോ കുറ്റമായത്? എല്ലാരും കൂടെ അങ്ങ് സർക്കിട്ടിന് ഇറങ്ങിയേച്ചാ മതി ഈ സമയത്ത്. പിള്ളേർക്ക് സ്കൂളിൽ പോണ്ടല്ലേ ചാക്കോ? പഴയ കാലമൊന്നുമല്ല. ഒരൊറ്റ ക്ലാസ് നഷ്ടപ്പെടുത്തിയ പരീക്ഷ വരുമ്പോ അത്രയും മാർക്കങ്ങ് പോവും. A+ ഒക്കെ വാങ്ങിക്കേണ്ട പിള്ളേരാ. അതും ശരിയാ. എന്നാൽ എനിക്കറിയാൻ മേലേ, നമ്മുടെ പാലാ ടൗണ് വിട്ട് ജോയിച്ചന് ഇതിനു മുമ്പ് എങ്ങോട്ടേലും പോയിട്ടുള്ളതായിട്ട്. കച്ചവടത്തിന്റെ കാര്യത്തിന് എങ്ങാനും പുറത്തു പോവേണ്ടി വന്നാലും ഞങ്ങളാരേലും പറഞ്ഞു അയക്കുമല്ലയോ പതിവ്. ഇതിപ്പോ നമ്മുടെ സണ്ണിച്ചാന്റെ കാര്യമായതുകൊണ്ടാ ഒന്നും മിണ്ടാതങ്ങ് ഇറങ്ങിപ്പോയത്. 10 വർഷം കഴിഞ്ഞു സണ്ണിച്ചാന്റെയും കൊച്ചുറണ്ണിയുടെയും കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തില്ല തമ്പുരാൻ. ഫ്രാൻസിസ് പുണ്യാളിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാനും തിരിശേഷിപ്പ് കാണാനുമായിട്ട് ഗോവയിലോട്ട് കൂടെ ചെല്ലണമെന്ന് സണ്ണിച്ചാൻ പറഞ്ഞപ്പം ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് അവനെ അനുഗമിക്കേണ്ടത് എന്റെ കടമയല്ലയോടി ആൻസിയെ എന്നാ ജോയിച്ചൻ എന്നോട് ചോദിച്ചത്. കാര്യം ശരിയായതുകൊണ്ട് ഞാനും അതങ്ങ് സമ്മതിച്ചു. മാത്രമല്ല, തിരിശേഷിപ്പ് കാണണമെന്നൊക്കെയുള്ളത് ജോയിച്ചന്റെയും വലിയ ആഗ്രഹമായിരുന്നു. Adame. Yes. I love you. Come on. ഒന്നുമില്ല, ചുമ്മാ. Nothing.